ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിസ്കാരം നിലനിർത്തുന്ന ആളുകളിൽ എന്നെ പെടുത്തണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ഈ ഉമ്മത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താകുന്നു നിസ്കാരം. അസ്സലാത്തു മിറാജുൽ മുഅ്മിൻ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മിറാജിന്റെ പിറ്റേ ദിവസമാകുന്നു. മിറാജിന്റെ പിറ്റേ ദിവസമാണ് പറഞ്ഞത്. മിറാജ് എന്ന് പറഞ്ഞത് ആകാശത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ ആകാശത്തേക്കുള്ള യാത്രക്കൊരു പ്രത്യേകത ഉണ്ട് എന്നാണ്. ഈ നബി തങ്ങൾ ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ വഴിയിൽ ഓരോ നബിമാരെങ്ങനെ കണ്ടു. ഈ പിന്നെ മുകളിലേക്കുള്ള യാത്രയും താഴേക്കുള്ള യാത്രയും ഒരുപോലെയാണ് എന്നാണ്. താഴേക്ക് ഇങ്ങനെ പോണതും മുകളിലേക്ക് പോകുന്നതും. ഒരാളിങ്ങനെ ഉയരുന്നതിനനുസരിച്ച് അവന് വിനയം കൂടും, താഴുന്നതിനനുസരിച്ചും വിനയം കൂടുമെന്നാണ്. ലോകത്തെ ഏറ്റവും വിനയമുള്ള ആൾ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാര്യം? അത്രയും ഉയരത്തിലേക്ക് പോയി എന്നുള്ളതാണ് കാരണം. ബൈത്തുൽ മാമൂർ കഴിഞ്ഞ് സിദ്റത്തുൽ മുൻതഹ എന്ന അതിർത്തിയിലെ എലന്ത മരവും കഴിഞ്ഞ് ബഹ്റുന്നൂർ എന്ന പേരായ പ്രകാശത്തിൻ്റെ താഴ്വരയും വിട്ടുകടന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പോലും പോകാത്ത സ്ഥലത്തേക്ക് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തു. ഉയരത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് വിനയം കൂടും എന്ന പോലെ താഴ്ചയിലേക്ക് പോകുന്നതിനനുസരിച്ചും വിനയം കൂടും. ഖിയാമിലാണ് ഒരു മനുഷ്യന് ഏറ്റവും വിനയം ഉണ്ടാകുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു. അവ്വലു മൻ ഖാലഹാ സയ്യിദുനാ ഇബ്രാഹിം. അല്ലാഹു അക്ബർ എന്നാദ്യമായി പറഞ്ഞ ആള് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അഫ്ളലു ഇബാദാത്തിൽ ബത്തുകളിൽ ഏറ്റവും അഫ്ളലായത് നിസ്കാരാണ്. എന്നാൽ അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ അല്ലേ? എൻ്റെ വയത് ഇങ്ങനെ തന്നെയാണ്. ഇനി കുറച്ച് നീട്ടിയിട്ട് ഇങ്ങനെ പറയുന്നൊന്നും വിചാരിക്കണ്ട. ദേശം ഒച്ച കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടുവയ്ക്കാരം എന്നൊന്നും കരുതണ്ട. ഈ ഒച്ച തന്നെ ഉണ്ടാവുള്ളൂ, ഈ നീളലേ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ അകൽ പോയിട്ട് നിർത്താൻ സമയമാകുമ്പോൾ നിർത്തുക ചെയ്യാം. നിർത്താൻ എത്രയും സമയം അത് എനിക്ക് മാത്രമേ അറിയാം. എപ്പോഴാണ് നിർത്തുക അതിപ്പോൾ എനിക്ക് തൽക്കാലം അറിയുള്ളൂ. എപ്പോഴാണ് നിർത്തുക എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇന്ന സമയത്ത് നിർത്തുക എന്ന്. അപ്പം നിർത്തും. അപ്പം നിങ്ങളോട് അറിയില്ല. എന്തായാലും ഒരു 12 മണിയുടെ മുമ്പായിട്ട് ഒരു ദുആയൊക്കെ കഴിഞ്ഞ് നിർത്തും നമ്മൾ ഇൻഷാ അല്ലാഹ്. പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ ഇതിന് പെരേക്കെത്താനും ആണുങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങാനുള്ള സമയം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. അഫ്ളലു ഇബാദാത്തിൽ ബദനി അസ്സലാത്തു ആണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലായത് നിസ്കാരമാണ്. അതിൻ്റെ അവിടേക്ക് എത്തുന്ന വേറൊരു ഇബാദത്തും ഇസ്ലാമിലില്ല. എന്നാൽ അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റിൽ ഏറ്റവും അഫ്ളലായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് വേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല വേണ്ടത്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലായത് നിസ്കാരം, ദിക്റുകളിൽ ഏറ്റവും അഫ്ളലായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ശരിക്കും വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. പിന്നെ എന്താ അല്ലാഹു അക്ബർ എന്നായത്? അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടുള്ള തുടർച്ചയാണ്. നമ്മളെ മിക്കവാറും ഇബാദത്തുകളിലൊക്കെ ഇബ്രാഹിം നബിൻ്റെ ഒരു ടച്ച് ഉണ്ടാവും. ഹജ്ജ് എടുത്താൽ മുഴുവൻ ഇബ്രാഹിം നബിൻ്റെയും കുടുംബത്തിൻ്റെയും കഥയാണ്. ഹജ്ജ് എടുത്താൽ മിക്കവാറും ഇബാദത്തുകളിലൊക്കെ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും കഥയാണ്. ചെറിയൊരുനാളും ഇബ്രാഹിം നബിയാണ്, വലിയൊരുനാളും ഇബ്രാഹിം നബിയാണ്, ഉദ്ഹിയ്യത്തും ഇബ്രാഹിം നബിയാണ്, ദാനധർമ്മങ്ങളും ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം, പള്ളി ഉണ്ടാക്കലും ഇബ്രാഹിം നബിയാണ്. ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. അല്ലാഹുവിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ വീട് പരിശുദ്ധമായ കഅബയാകുന്നു. ആദ്യത്തെ പള്ളി ഇബ്രാഹിം നബിയാണ്. അപ്പോൾ എല്ലാ വിഷയത്തിലും ഒരു ഇബ്രാഹിം നബിയുടെ ടച്ച് കാണും. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ലോകത്ത് വന്ന മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച പ്രവാചകനാണ്. ഏറ്റവും കൂടുതൽ ഇടങ്ങേറ് സഹിച്ച ആളാണ് സയ്യിദുനാ ഇബ്രാഹിം.
ആ ഇബ്രാഹിം നബിനെയാണ് ഒരേ ആകാശത്ത് കാണുന്നത്. എല്ലാ അമ്പിയാക്കൾക്കും ഒരേ മനസ്സല്ല, വ്യത്യാസം ഉണ്ടാവും. 950 കൊല്ലം ദീന് പറഞ്ഞു നൂഹ് നബി അലൈഹിസ്സലാം. എന്നിട്ട് 100-ൽ താഴെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഭയങ്കര ടെൻഷനായപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം തോരന്ന് പടച്ചോനെ, കാഫിരീങ്ങളിൽ നിന്ന് ഒറ്റെണ്ണത്തിനെയും ദുനിയാവിൽ ബാക്കിയാക്കരുതേ. റബ്ബിലാ തദറലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹു തആല ദുആ കബൂലാക്കി. ജലപ്രളയമുണ്ടായി. ഒരാകാശത്ത് നൂഹ് നബിയാണുള്ളത്. അതൊരു മനസ്സ് തന്നെയാണ്. 950 കൊല്ലം പറഞ്ഞിട്ടുള്ളത് വരുന്നത്. നമ്മൾക്ക് അങ്ങനെയല്ല. രാവിലെ പറഞ്ഞ് വൈകുന്നേരം കേൾക്കുമ്പോൾ അതിന് കുട്ടികളൊന്നും നേരാവൂല, അങ്ങനെയാണ്. നമ്മളെ അല്ല, ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അപ്പോൾ കുട്ടികൾ കേട്ടില്ല. അപ്പം നമ്മൾ എന്ത് പറയും? ഇപ്പോഴത്തെ കുട്ടികളെ ഒന്നും നേരാവൂല. ഈ ളുഹ്ർ നിസ്കാരം ആകുമ്പോൾ പള്ളിക്കത്തെ ഹൗദിൽ വെള്ളം അടിച്ചാൽ തികയാത്തത് വയസ്സന്മാർ നിസ്കരിച്ചിട്ടല്ല, അത് കുട്ടികൾ നിസ്കരിച്ചിട്ടാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? മുമ്പ് ബക്കറ്റ് കൊണ്ട് കോരിപ്പാരി എല്ലാ ഇതൊക്കെ ചെയ്തിരുന്നത്, എന്നിട്ട് വെള്ളം ബാക്കിയല്ലായിരുന്നു, വയസ്സന്മാർ നിസ്കരിച്ചായിട്ടിരുന്നത്. ഇപ്പം അങ്ങാടിയത്തെ പള്ളിയിലൊക്കെ ഒന്ന് പോയി നോക്കാണ്, ളുഹ്ർക്കും അസർക്കും വെള്ളം അടിച്ചാൽ തികയില്ല. എന്താ കാര്യം? കുട്ടികൾ നിസ്കരിച്ചിട്ട്. എന്നിട്ട് ഓല് നേരാവില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ എങ്ങനെ നടക്കാം? ഓല് നേരാവും. ഓല് നേരാകാത്ത കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ ട്രൗസർ ഇട്ടുങ്ങാണ്ട് നടക്കും. അതിപ്പോൾ വാപ്പാരം മുമ്പ് തന്നെയല്ലേ പോകുന്നത്, അല്ലാതെ ഓല അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് അങ്ങാടി നിന്ന് ഇട്ടതല്ലല്ലോ. ഓല വാപ്പാൻ്റെ മുമ്പ് തന്നെയല്ലേ ആ ട്രൗസർ ഇട്ടുങ്ങാണ്ട് പോകുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞൂടെ ചെറുക്ക, അതിൻ്റെ മേലൊരു തുണിയും കൂടി എടുത്തുങ്ങാണ്ട് പോയിക്കോന്ന് വാപ്പാക്കൊന്ന് പറയാലോ. അതിന് ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാം നിങ്ങൾ? ശരിക്കും ഈ വാപ്പ ചീത്ത പറയുന്നുള്ളതൊരു അഭിമാനമാണല്ലോ. അല്ലാ 11:30 മണിയായി, പെരേക്ക് അണഞ്ഞില്ലെങ്കിൽ എൻ്റെ വാപ്പ ചീത്ത പറയുന്ന ഒരാൾ പറയണത് ടെൻഷനിലല്ല, അത് വലിയൊരു അഭിമാനത്തിലാണ് പറയാ. പക്ഷെ ചീത്ത വരാൻ പറ്റിയ വാപ്പ എവിടെയുള്ളത്? വാപ്പ 12:30 വരുള്ളൂ എന്ന്. പിന്നെ എങ്ങനെ 11:30 വരുന്ന ചെറുക്കനെ പറയാൻ പറ്റുക? വാപ്പ ഒന്ന് നേരത്തെ പെരേക്കൊണ്ട് വരണ്ടേ, നല്ല പറയാൻ പറ്റുള്ളൂ. ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പാരില്ലാതായതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അപ്പോൾ കുട്ടികളെ നമ്മൾ പറയാൻ എന്താ വെച്ചാൽ, കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല, ഓല് നിസ്കരിച്ചാൻ പറഞ്ഞാൽ നിസ്കരിച്ചു, നോൽമ്പ് വിൽക്കാൻ പറഞ്ഞാൽ. മുമ്പൊക്കെ നോമ്പിറക്കാൻ പോകുമ്പോൾ നോമ്പ് തുറ സൽക്കാരം ഉണ്ടാവും. ഇപ്പം പെരക്കാർ മാത്രമാണ് പോയാലും, മുമ്പ് അങ്ങനെയല്ല. പുതിയാപ്പിള സൽക്കാരത്തിന് പോകുമ്പോൾ ചങ്ങായിമാരൊക്കെ കൊണ്ടുപോവുക. ചങ്ങായിമാരെ കൊണ്ടായാലും നോൽമ്പില്ലാത്ത കുറേ എണ്ണയിലുണ്ടാവും. ഇന്ന് ചെറുപ്പക്കാരെ നോക്കി നോൽമ്പില്ലാത്ത ഒറ്റൊന്നും ഉണ്ടാവില്ല. നോമ്പ് ഇറന്നിട്ട് പിന്നെ ഒരു മാങ്ങന്നാൻ പോവുക, വേറെ കാര്യം. തറാവീനൊന്നും പോവില്ല. പിന്നെ എന്ത് ചെയ്യുന്നാൻ പോവാം? മാങ്ങ അല്ലെങ്കിൽ സോഡ പിടിച്ചാൻ പോവുക. അതൊക്കെയാണ് പുതിയ പരിപാടികൾ. അതിനത്രയും തിന്നണ്ട വെച്ചാൽ പറയൂ. സോഡ പിടിച്ചാൽ മാത്രമൊക്കെ ഒരു പാകത്തിന് തിന്നാൽ എപ്പോഴേലും ഒന്ന് പൂതിക്ക് കുടിച്ചതിനെ പറ്റിയിട്ടല്ല ഈ വർത്താനം കേട്ടോ. പൂതിയുള്ള സാധനമൊക്കെ നമ്മൾ കുടിക്കണം, മോശമാക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ അതും നല്ല സംഗതി. അവിടെ ഒന്നും നല്ല പ്രശ്നം എന്താ? അവരുടെ ഭാഷയിൽ സംസാരിക്കാനോ അവർക്ക് മനസ്സിലാവുന്ന കോലത്തിൽ പറയാനോ നമുക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അതാണ് പ്രശ്നം. അപ്പം എന്തേ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെക്കന്മാരൊക്കെ കുട്ടികളൊക്കെ കേടന്നിട്ടൊന്നുമില്ല. ട്രൗസറിട്ട് പോയത് വാപ്പാൻ്റെ മുന്നിൽ നിന്നാണ് ഇറങ്ങിയത്. പിന്നെ ഇപ്പം എന്തേ കുഴപ്പമെന്ന് ചോദിച്ചാൽ, മുടി വെട്ടിയത് കോലം കെട്ടുങ്ങാണ്ടായി. അതും വാപ്പ കണ്ട തന്നെയാണല്ലോ. വാപ്പ കാണുമ്പോൾ വാപ്പാക്കൊന്ന് പറഞ്ഞൂടെ, മോനെ ഇങ്ങനെയല്ല വെട്ടേണ്ടത്, നല്ലൊരു കോലത്തിൽ വെട്ട്. വെട്ടുകയാണെങ്കിൽ വെട്ടണ കോലത്തിൽ വെട്ട്, വളർത്തുകയാണെങ്കിൽ വളർത്തുന്ന കോലത്തിൽ വളർത്തണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികവും മുടി വളർത്തുകയായിരുന്നു, കളയുകയും ചെയ്തിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്ഥിരമായി മുടി കളയുന്ന ആളായിരുന്നു. അപ്പോൾ എല്ലാറ്റിനും മാതൃകയുണ്ട്. അപ്പോൾ വളർത്തുകയാണെങ്കിൽ വളർത്തുന്ന കോലത്തിൽ വളർത്തണം, വെട്ടുകയാണെങ്കിൽ വെട്ടുന്ന കോലത്തിൽ വെട്ടണം. ക്രോപ്പ് വെക്കുക എന്നുള്ള സംസ്കാരം നബി തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു പുതിയ സംഭവമല്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ അതുണ്ടായിട്ടുണ്ട്. നബി തങ്ങളുടെ ഹദറത്തിലേക്ക് ക്രോപ്പ് വെച്ചുകൊണ്ട് ഒരാൾ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ആക്ഷേപിക്കുകയും ചെയ്തതായി താരീഖിൽ കാണാം. അപ്പം എന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ, കുട്ടികൾ നന്നാവാത്ത കുഴപ്പമൊന്നുമല്ല എന്ന്, നമ്മൾ നന്നാക്കാൻ തയ്യാറാവണം എന്നതാണ്. ഒരിക്കലും കുട്ടികളെ ആക്ഷേപിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അവരാണ് നാളെയുടെ വലിയ ആൾക്കാർ, വലുതായി വരേണ്ടവർ. നിസ്കരിച്ചാൽ പോരാ, നിസ്കാരം നിലനിർത്തണം. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാ.
ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരും നിസ്കാരം നിലനിർത്തുന്നവരും. നിസ്കരിക്കുക എന്നതല്ല, നിസ്കാരം നിലനിർത്തുക എന്നതാണ്. നിസ്കരിച്ചാൽ പോരാ, നിസ്കാരം നിലനിൽക്കണം. നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? മക്കളും കൂടി നിസ്കരിക്കണം, അപ്പോഴേ നിലനിൽക്കുള്ളൂ. നിസ്കരിച്ചാൽ പോരാ, നിസ്കാരം നിലനിൽക്കണം. നിസ്കാരം നിലനിൽക്കണമെങ്കിൽ മക്കളും കൂടി നിസ്കരിക്കണം. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യമാണ് 5 നേരത്തെ നിസ്കാരം. ഓരോ നിസ്കാരവും ആ 2 നിസ്കാരങ്ങൾക്കിടയിലുള്ള എല്ലാ ദോഷങ്ങളെയും പൊറുപ്പിക്കും. ഇന്നസ്സലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നിസ്കാരം ഫഹ്ശാ മുൻകറിനെ തൊട്ട് തടയുന്നതാണ്. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നിസ്കാരം ഫഹ്ശാ മുൻകറിനെ തൊട്ട് തടയും. ഫഹ്ശാ മുൻകർ പറഞ്ഞാൽ മോശപ്പെട്ട കാര്യവും തെറ്റും. നിസ്കരിക്കുന്ന ആൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് നിസ്കാരമുണ്ടെങ്കിൽ ബാക്കി കാര്യത്തെ നിസ്കാരം നോക്കും. ഇന്ന സ്വലാത്ത, തീർച്ചയായും നിസ്കാരം, തൻഹ അത് തടയുന്നു, അനിൽ ഫഹ്ശാഇ ഫഹ്ശാഇനെ തൊട്ടും വൽ മുങ്കരി മുങ്കറിനെ തൊട്ടും. അപ്പം നിസ്കാരം തന്നെ ഒരുപാട് വേണ്ടാവൃത്തികളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തും. അപ്പോൾ ഒരാളിൽ നിസ്കാരം ഉണ്ടാക്കിയാൽ മതി, ബാക്കി നിസ്കാരം നോക്കിക്കോളും എന്നർത്ഥം. ഒരു മനുഷ്യനെ നന്നാക്കാൻ എല്ലാ കാര്യമൊന്നും നമ്മൾ നോക്കണ്ട. പിന്നെന്തേ? ഓൻ്റെ നിസ്കാരം ക്ലിയർ ആക്കിയാൽ ബാക്കി ആര് ക്ലിയർ ആയിക്കോളും? നിസ്കാരം ക്ലിയർ ആക്കിക്കോളും ബാക്കി കാര്യങ്ങൾ. അതുകൊണ്ട് മക്കളുടെ, കുട്ടികളുടെ, യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ, സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ, ആൺകുട്ടികളുടെ, പെൺകുട്ടികളുടെ നിസ്കാരം ക്ലിയറാക്കണം. വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു രീതിയും കൂടി ജീവിതത്തിൽ ഉണ്ടായാലേ പള്ളിക്ക് കയറാൻ നേരം കിട്ടിയില്ലെങ്കിൽ ഇഷ നിസ്കരിച്ചുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇഷ വേണ്ട തീരുമാനിക്കും. കാരണം വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ള ശീലം ഉണ്ടാവണം. എപ്പോഴും വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നല്ല ഈ പറഞ്ഞത്. വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളൊരു ശീലം ഉണ്ടെങ്കിൽ മാത്രമേ പള്ളിയിൽ കയറാൻ നേരം കിട്ടിയില്ലെങ്കിൽ പേരെന്ന് നിസ്കരിക്കുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിപ്പിച്ചിട്ട് കുട്ടികളെ ശീലിപ്പിക്കണം. പള്ളിയിലേക്ക് പറഞ്ഞയക്കുകയും വേണം, അതോടൊപ്പം വീട്ടിൽ നിന്ന് നിസ്കരിപ്പിച്ച് ശീലിക്കുകയും വേണം. വരുന്ന തലമുറയിൽ നിസ്കാരം നിലനിൽക്കണം. അതിന് നമ്മൾ നിസ്കരിച്ചാൽ പോരാ, മക്കളും കൂടി നിസ്കരിക്കണം. അപ്പോൾ അമ്പിയാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർത്തി ഓരോ ആകാശത്തും. അത് ഓരോ അമ്പിയാക്കളുടെ മാനസിക നില അനുസരിച്ചാണ്. 950 കൊല്ലം ദീന് പറഞ്ഞ് നൂഹ് നബി അലൈഹിസ്സലാം ടെൻഷനായി, ദോരന്നു. മൂപ്പര് ഒരാകാശത്താണ്. അതിൻ്റെ മേലെ ആകാശത്ത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം വേറൊരു ആകാശത്താണ്. 7 ആകാശത്ത് 7 നബിമാരെ നിർത്തിയത്. 7 മാനസിക നില അനുസരിച്ചാണത്. ഇബ്രാഹിം നബി എന്തുണ്ടായിച്ചാൽ നമ്രൂദ് രാജാവ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലിടാൻ വേണ്ടി കൊണ്ടുപോയി. എന്തായാലും കാര്യമൊന്നും ഉറപ്പാണ്. അവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. തീയിൽ കളിച്ചിരിക്കുക എന്നോ തീയിൽ ഭക്ഷണം കഴിച്ചിരിക്കുക, അങ്ങനത്തെ ഒരു ഓപ്ഷനൊന്നും നിലവിലില്ല. സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഇബ്രാഹിം നബിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹിനോട് അവസാനമായിട്ട് എന്തേലും പറയാണ്ടോ എന്ന് ചോദിച്ചു. കൊല്ലാൻ കൊണ്ടുപോകല്ലേ, അവസാനമായിട്ട് വല്ലതും അന്ത്യാഭിലാഷം വല്ലതും പറയാണ്ടോ എന്ന് ചോദിച്ചു സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാം. അതിൽ പറഞ്ഞു, എനിക്ക് എൻ്റെ റബ്ബിനോടൊന്നും പറയാനില്ല, എനിക്കെന്താണ് ആവശ്യമുള്ളതെന്ന് എന്നേക്കാൾ അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് ഞാൻ ദ്വാരക്കൂലാറുണ്ട്. ഞാനിതിൽ മരിക്കാണോ വേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ, പക്ഷെ അള്ളാഹ്ക്കറിയാം. ഞാനിതിൽ നിന്ന് സലാമത്താകുക വേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ, അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് ഓനോട് എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല, ഞാൻ ദ്വാരക്കൂലാറുന്നു. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം മൂപ്പര് വേറൊരു ആകാശത്താണ്. ഞാൻ അതിൻ്റെ മേലെ വേറൊരാളുണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം. ശരീരമാസകലം വേദന, തൊട്ട വേദനവും, തൊടാൻ പറ്റാത്ത അവസ്ഥ. ഈത്തപ്പന മരത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയ കിടങ്ങുണ്ടാക്കിയിട്ട് ഇലകൾ കത്തിച്ച് വെണ്ണൂറുണ്ടാക്കിയിട്ട് ആ വെണ്ണൂർ അതിൽ നിറച്ചിട്ട് റഹ്മത്ത് ബീവി എന്ന ഭാര്യ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ കടത്തി. ബെഡ്, വേദന ഇല്ലാതിരിക്കാൻ ബെഡ് ഉണ്ടാക്കിയിട്ട് കടത്തി. ഇല കത്തിച്ച് വെണ്ണൂറുണ്ടാക്കിയിട്ട് കടത്തി.
ഒരു ദിവസം റഹ്മത്ത് ബീവി ഭർത്താവിനോട് ചോദിച്ചു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ അള്ളാഹിൻ്റെ നബിയല്ലേ എന്ന് ചോദിച്ചു. ആ, ഞാൻ അള്ളാഹിൻ്റെ നബിയാണ് പറഞ്ഞു. നിങ്ങൾ ദ്വാരുന്ന അള്ളാഹ് കേൾക്കൂല ചോദിച്ചു. ആ, കേൾക്കുമെന്ന് പറഞ്ഞു. ഈ ദണ്ണൊന്ന് മാറാൻ നിങ്ങൾക്ക് ദ്വാരുന്നോടെ ചോദിച്ചു. അതിൽ ചോദിച്ചു, നമ്മൾക്ക് എത്ര കാലം സുഖം ഉണ്ടായിട്ടുണ്ട് ചോദിച്ചു. റഹ്മത്ത് ബീവി പറഞ്ഞു, ഒരു 80 കൊല്ലം നമ്മൾ സുഖത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു. വർഷം 80 റഹ്മത്തെ സുഖിച്ചില്ലേ, അത് മുഴുവനും ഐശ്വര്യമായി കഴിഞ്ഞില്ലേ, ക്ലേശം അതുപോൽ 80 മിണ്ടുന്നതും ഒരു ചന്തമല്ലതുബൈനനാ. സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം. അപ്പോൾ ഓരോ ആളുകളുടെയും മാനസിക നില അനുസരിച്ചാണ് ഓരോ ആകാശത്തേക്ക് നിർത്തിയത്. മുകളിലേക്ക് കയറും തോറും വിനയത്തിലേക്ക് പോകും. വിനയത്തിൻ്റെ അങ്ങേ അറ്റത്താണ് ലിഖാ, അള്ളാഹുവിനെ കാണൽ. താഴത്തേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. നൃത്തം, അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. ആര് പറഞ്ഞതാണ്? സയ്യിദുനാ ഇബ്രാഹിം. അവ്വലു മൻ ഖാലഹ സയ്യിദുനാ ഇബ്രാഹിം. ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞാൽ പറയണവനാരായി? ഏറ്റവും ചെറുതായി. അള്ളാഹ് എത്ര വലുതാന്ന് പറഞ്ഞാലോ എത്രേ വലുത് എന്ന് പറഞ്ഞു വെച്ചാൽ അതിനനുസരിച്ച് പറയണവും ചെറുതാവും. അങ്ങനെയല്ലോ. നിങ്ങൾ വലിയ ആളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ചെറുതാണെന്നാണ്. നിങ്ങൾ വലിയ വലിയ ആളാണെന്ന് പറഞ്ഞാലോ ഞാൻ ചെറിയ ആളാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു അക്ബർ എത്രത്തോളം വലുതാവുന്നുവോ അത്രത്തോളം ഇവൻ ചെറുതായി. പിന്നെ വീണ്ടും താഴ്ചയിലേക്കാണ് റുക്കൂഅ്, വീണ്ടും താഴ്ചയിലേക്കാണ് സുജൂദ്. നിസ്കാരത്തിൽ 7 കർമ്മങ്ങളാണ്. മിഅ്റാജിന് 7 ആകാശങ്ങളാണ്. നിസ്കാരത്തിൽ 7 കർമ്മങ്ങളാണ്. 1 നൃത്തം, 2 റുക്കൂഅ്, 3 ഇഴ്തിദാൽ, 1-ാമത്തെ സുജൂദ് ഇടയിലെ ഇരുത്തം, 2-ാമത്തെ സുജൂദ് അത്തഹിയ്യാത്ത്. 7 കർമ്മങ്ങളാണ്. വിനയത്തിൽ നിന്ന് വിനയത്തിലേക്കുള്ള യാത്ര. സുജൂദാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിനയം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട അമലും അതാണ്. അതുകൊണ്ടാണ് പള്ളിക്ക് മസ്ജിദ് എന്ന് പേരിട്ടത്. സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് മസ്ജിദിൻ്റെ അർത്ഥം. പള്ളിക്ക് നമ്മൾ പേരിട്ടത് റുക്കൂ ചെയ്യുന്ന സ്ഥലം എന്നല്ല, മർക്കഴ് എന്നല്ല, മഖാം എന്നല്ല, മജ്ലിസ് എന്നല്ല. പിന്നെന്താ പേര്? മസ്ജിദ്, സുജൂദ് ചെയ്യുന്ന സ്ഥലം. നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സുജൂദാണ്. ഇലാഹായ അള്ളാഹുവിനോടൊരു മനുഷ്യൻ ഏറ്റവും അടുക്കുന്നതും സുജൂദിലാണ്. 7 ആകാശം കഴുത്തിലേക്ക് എത്തിയ പ്രതീതിയായി സുജൂദിലെത്തുമ്പോൾ അപ്പോൾ മലക്കുകൾ വന്ന് അവനെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുമ്പോൾ അവൻ അത്തഹിയ്യാത്തിലേക്കിരിക്കും. അത്തഹിയ്യാത്തിലേക്ക് ഇരിക്കുമ്പോൾ പറയാനുള്ള വാക്ക് നബിതങ്ങൾ അള്ളാനെ കണ്ടപ്പോൾ പറഞ്ഞ അതേ വാക്കാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. അതാണ് മുസ്തഫ നബിതങ്ങൾ മിഅ്റാജിന്റെ രാത്രി അള്ളാഹുവിനെ കണ്ടപ്പോൾ പറഞ്ഞ വാക്ക്. ആ വാക്കാണ് അത്തഹിയ്യാത്തിൽ പറയാനുള്ളത്. അപ്പോഴേക്കും അവൻ്റെ മാനസിക നില 7 ആകാശങ്ങളുടെ അപ്പുറത്തേക്ക് വിനയത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയിരിക്കണം. ഓനെ നിസ്കരിക്കാൻ കഴിയുള്ളൂ, അല്ലാത്തതിന് കഴിയൂല. ഈമാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം വിനയമാണ്. ലഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസി വഖദ് വാള ശിർകുൽ ഹസീബ അബാ ജഹലി. സൽമാനുൽ ഫാരിസി എന്ന ആളെ ഇസ്ലാം വളരെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തി. എന്നാൽ അബൂജാഹിലിനെ ഷിർക്ക് താഴ്ത്തിക്കളഞ്ഞു. സൽമാനുൽ ഫാരിസിയെ ഉയർത്തിയത് അദ്ദേഹത്തിൻ്റെ വിനയമായിരുന്നു. അപ്പം അതുകൊണ്ട് വിനയത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോകുമ്പോഴാണ് അള്ളാഹുവിലേക്ക് അത്രയും അടുപ്പുണ്ടാകുക. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജാലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. തിൽക്കദ്ദാറുൽ ആഖിറ. കുട്ടികളെ, എടാ ബാക്കിലെ വരിയിലിരിക്കുന്ന കുട്ടികളെ, നിങ്ങൾ വർത്താനല്ലല്ലോ പറയണത്, ദിക്റല്ലേ കാരോ അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. ഒരു മനുഷ്യൻ ഏറ്റവും വിനയത്തിലേക്ക് എത്തുന്നത് സുജൂദ് ചെയ്യുമ്പോഴാണ്. അപ്പം മുകളിലേക്ക് കയറുമ്പോഴും അങ്ങനെയാണ്, താഴത്തേക്ക് പോകുമ്പോഴും അങ്ങനെയാണ്. മിറാജിൻ്റെ അതേ അവസ്ഥ അതാണ് യഥാർത്ഥത്തിൽ മുഅ്മിനായ മനുഷ്യൻ നിസ്കാരത്തിൽ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാത്തു മിറാജുൽ മുഅ്മിൻ, നിസ്കാരം എന്നത് മുഅ്മിനിൻ്റെ മിറാജാണ്. അതുകൊണ്ടാണ് നമ്മളെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പേടിയുണ്ടായത് നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ടാണ് വഫാത്താകുന്ന സമയത്ത് ആയിഷ ബീവി ഇങ്ങനെ ചെവി വെച്ച് നോക്കുമ്പോൾ ഉമ്മത്തി അസ്സലാ, എൻ്റെ ഉമ്മത്തെ നിങ്ങൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ നിസ്കരിക്കുന്ന സമയത്താണ് കുത്തുന്നത്, കൊല ചെയ്യാൻ വേണ്ടിയിട്ട്. നിസ്കരിക്കാൻ വേണ്ടി വന്ന് ഒന്നാമത്തെ സഫിൽ സുബ്ഹിക്ക് അല്ലെങ്കിൽ അസർക്ക്, സുബ്ഹി നിസ്കാരത്തിന് വന്ന് അവ്വൽ സഫിൽ വന്ന് നിന്ന ആള്, അയാളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിഷത്തിൽ ഊട്ടിയ വാൾ കൊണ്ട് കുത്തുന്നത്. നിസ്കാരത്തിൽ മഹാനവറുകൾ ബോധരഹിതനായി വീണു. സഹാബത്ത് നിസ്കാരം പൂർത്തിയാക്കി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി പരിപാലിച്ചു. കുറേ കഴിഞ്ഞ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ആദ്യം ചോദിച്ചു, സഹാബത്തെ നമ്മൾ നിസ്കരിച്ച് തരുന്നല്ലോ, നിങ്ങളതെന്തേ കാട്ടി, അത് മുഴുവനാക്കിയില്ലേ എന്ന് ചോദിച്ചു. ബോധം തിരിച്ചിട്ടിയപ്പോൾ ആദ്യം എൻ്റെ മൂത്തോൻ വന്നിക്കണോന്നല്ല ചോദിച്ചത്, പിന്നെന്തേ ചോദിച്ചത്, നമ്മൾ നിസ്കരിച്ചതിൻ്റെ ഇടയിലാണല്ലോ എനിക്ക് കുത്ത് കിട്ടിയത്, നിങ്ങൾ ആ നിസ്കാരം എന്തേ കാട്ടിയത്, അതാണ് മുഴുവനാക്കിയില്ലേ എന്ന് ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഞങ്ങൾ ആ നിസ്കാരം മുഴുവനാക്കി എന്ന് പറഞ്ഞു. പക്ഷേ മറുപടി കേൾക്കുന്നതിന് മുമ്പ് വീണ്ടും ബോധരഹിതനായി. വയറിനാണ് കുത്തുണ്ടായിരുന്നത്. രണ്ടാമത് വീണ്ടും ബോധം പോയി. വീണ്ടും ബോധം തെളിഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാമതും ചോദിച്ചു, ഉമ്മത്തെ സഹാബത്തെ നിങ്ങളാ നിസ്കാരം എന്താക്കിയത്, അത് നിങ്ങൾ മുഴുവനാക്കിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും സഹാബത്ത് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഞങ്ങളത് മുഴുവനാക്കി എന്ന് പറഞ്ഞു. പക്ഷെ രണ്ടാം പ്രാവശ്യവും മറുപടി കേൾക്കുന്നതിന് മുമ്പ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ബോധം വീണ്ടും നഷ്ടപ്പെട്ടു. 3 പ്രാവശ്യം ബോധം തെളിഞ്ഞു. 3 പ്രാവശ്യവും മഹാനവറുകൾ ചോദിച്ചത് ഇത് തന്നെയായിരുന്നു, നിങ്ങളാ നിസ്കാരം എന്തേ കാട്ടിയത് എന്നാണ്. എന്തുകൊണ്ട് കഴിച്ചാലും നിസ്കാരം കൊണ്ട് കഴിച്ചാൽ പറ്റൂല, അതന്നെ.